ഐസയ്യാ പ്രവാചകൻ യേശുവിന് മുൻപ് ഇങ്ങനെ എഴുതിയിരിക്കുക: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാകുന്നു. സ്തോത്രം. ഇപ്പോഴോ യാക്കോബേ. ഈ വചനം വായിക്കുമ്പോൾ എപ്പോഴാണ്? ഇപ്പോൾ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇപ്പോൾ. പറഞ്ഞ് ഇപ്പോൾ. ഇപ്പോഴോ യാക്കോബേ എന്നാണ് ദൈവത്തിൻ്റെ അരുളിപ്പാടിൻ്റെ തുടക്കം. ആരാ യാക്കോബ്? സ്തോത്രം. നമ്മളാണ് യാക്കോബ്. ഹല്ലേലൂയ. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനുമായ യഹോവ അരുളി ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ യാക്കോബിനോട് നമ്മളെ സൃഷ്ടിച്ച ദൈവം ഒരു കാര്യം പറയുകയാണ്. രണ്ടാമത് വിളിക്കുന്നത് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനായ ഞാനൊരു കാര്യം പറയുക. അപ്പോൾ ഈ രണ്ട് വിളിച്ച പേരുകൾക്കും ഒരു വ്യത്യാസമുണ്ട്. ആദ്യം വിളിച്ചത് യാക്കോബ് എന്നാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാക്കോബ്. രണ്ടാമത് വിളിച്ചത് ഇസ്രായേൽ എന്നാണ്. ഈ രണ്ട് പേരുകളുടെയും എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവചരിത്രം എല്ലാം കുറച്ച് മനസ്സിലാക്കി ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവം അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഹല്ലേലൂയ. വിശ്വാസ സമൂഹത്തിൻ്റെ തുടക്കം അബ്രഹാമിൽ നിന്നാണ്. സ്തോത്രം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്. ഇതെല്ലാം യഹൂദന്മാർ ആ കാലഘട്ടം, അവിടുത്തെ അന്ന് വാഴുന്ന രാജാവിൻ്റെ പേര് എല്ലാം അടക്കം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ബൈബിൾ കൊണ്ട് ചരിത്ര പുസ്തകങ്ങൾ നോക്കിയാൽ അതുപോലെ തന്നെ കാണാം. ഒരു വ്യത്യാസവും. ബൈബിൾ പഠിക്കാനല്ല, ബൈബിൾ തെറ്റാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചരിത്ര ഹിസ്റ്റോറിയൻസ് അനേകം റിസർച്ച് നടത്തിയിട്ടും ഒരു ഡിസ്ക്രിപ്പൻസി എന്ന് പറയും, ഒരു വ്യത്യാസവും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ എഴുതി വെച്ചിട്ടുള്ള പോലെ തന്നെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും: ഇന്ന കാലത്ത് ഇന്ന രാജാവിൻ്റെ കീഴിൽ യഹൂദ ജനം ഇന്ന രീതിയിൽ ജീവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. യാക്കോബിന്റെ പേരിന്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും? എന്താ? എന്ത്? കണ്ണിൽ. കണ്ണിങ്. ഒരു ഡിസീവർ എന്ന അർത്ഥമാണ്. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവൻ, വഞ്ചനയെല്ലാം ചെയ്യുന്നവൻ. ശരിക്കും വേറൊരു അർത്ഥത്തിൽ ഈ കാലിൽ പിടിക്കുന്നവൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഹീലിൽ പിടിക്കുന്നവൻ. ഹീൽ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉപ്പിറ്റിയിൽ പിടിക്കുന്നവൻ. കാരണം യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ ഏശാവായിരുന്നു ആദ്യം ജനിച്ചത്. ആ ഏശാവിൻ്റെ കാലിൽ പിടിച്ചിട്ടാണ് രണ്ടാമത്തെ ആൾ വരുന്നത്, യാക്കോബ് വരുന്നത്. അപ്പോൾ യാക്കോബിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. അതിനെയാണ് ഈ കണ്ണിങ് അല്ലെങ്കിൽ ഡിസീവർ, വഞ്ചകൻ എന്നെല്ലാം പറയുന്നത്. 2 തവണ ഏശാവിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായി പറ്റിച്ചു. ഇത് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആദ്യം പറ്റിച്ചത് സൂപ്പ് നൽകിയിട്ടാ. പായസം, ഇംഗ്ലീഷിൽ ചിലപ്പോൾ സൂപ്പ് എന്നും പറയും. പായസം എന്തോ, അതായത് ഏശാവ് വളരെ കഠിന അധ്വാനിയായിരുന്നു. നായാട്ടിന് പോയി ക്ഷീണിച്ച് ജീവൻ ഒന്നും ഭക്ഷിക്കാൻ കിട്ടാതെ വലഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് നല്ല സൂപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ച് യാക്കോബ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജീവൻ തന്നെ പോകുമെന്നുള്ള പാരവശ്യത്തിൽ ഇത് തരുമെന്ന് ചോദിച്ചു. ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പോലെ ഉള്ള സമയത്ത് ചോദിച്ചപ്പോൾ നല്ല സൂത്രപ്പണിയായിട്ട് പറഞ്ഞു: ഞാൻ തരാം, എന്നാൽ നിന്റെ ജ്യേഷ്ഠ അവകാശം എനിക്ക് തരണം. നിന്റെ ബർത്ത് റൈറ്റ്, നീയാണ് ആദ്യം ജനിച്ചത്. അപ്പോൾ മൂത്ത മകന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ അവകാശം എനിക്ക് തരണം.
യേശയ്യാവ് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തന്നെ അറിയില്ല, ജ്യേഷ്ഠാവകാശം എന്ത് വേണമെങ്കിൽ നീ എടുത്തോ, ആ സൂപ്പോ പായസോ അങ്ങ് തന്നോ, ഭംഗിയായിട്ട് വാങ്ങി തട്ടി. അങ്ങനെ ജ്യേഷ്ഠ അവകാശം തട്ടിയെടുത്തു. രണ്ടാമത് ഒരു വഞ്ചനയുടെ കാര്യം ചെയ്തത്, ഐസക്കിന് പ്രായമായി, മക്കളെ അനുഗ്രഹിക്കേണ്ട സമയമായി. നിങ്ങൾ തിരിച്ചറിയണം, ഒരു അപ്പൻ മക്കളെ കരം വെച്ച് അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. മക്കളെല്ലാം അറിഞ്ഞിരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് വെറുതെ എഴുതി വെച്ചതല്ല. ഒരു അപ്പൻ കരം വെച്ച് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുപോലെ ഐസക്ക് മക്കളെ അനുഗ്രഹിക്കേണ്ട സമയമായി. അപ്പോൾ പറഞ്ഞു, ഏശാവിനോടാണ് പറഞ്ഞത്, മൂത്ത മകനാണ്, നീ പോയി നല്ല ഒരു ഭക്ഷണം എനിക്ക് ഒരുക്കുക, ഞാനത് വന്ന് ഭക്ഷിച്ച് തൃപ്തനായതിനു ശേഷം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഏശാവ് നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പോയി. ആ സമയം ഈ പറഞ്ഞത് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും അമ്മ കേട്ടു, റെബേക്ക. കേട്ടതിന് ശേഷം എന്ത് ചെയ്തു? ഈ അനുഗ്രഹം യാക്കോബിന് ലഭിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഏശാവിനെ പോലെ, ഏശാവ് കൊണ്ടുവരുന്നത് പോലെ അമ്മ തന്നെ ഭക്ഷണമുണ്ടാക്കി യാക്കോബിനെ കൊണ്ട് അത് ഇസ്ഹാക്കിന് കൊടുപ്പിച്ചു. തിരിച്ചറിയാതിരിക്കാൻ, ഏശാവ് നിറയെ മുടിയുള്ള, ദേഹമാസകലം മുടിയുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ആടിൻ്റെ രോമമെല്ലാം മേത്തൊട്ടിച്ചു വെച്ച് യാക്കോബ് കണ്ണ് കാണാൻ അധികം കഴിയാത്തത് കൊണ്ട് ഇസ്ഹാക്ക് നോക്കി തൊട്ട് നോക്കുമ്പോൾ ഇത് ഏശാവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ആടിൻ്റെ മുടിയെല്ലാം വെച്ച് യാക്കോബിനെ വിട്ടു. ഇസ്ഹാക്ക് യാക്കോബിൻ്റെ ആ ഭക്ഷണമെല്ലാം കഴിച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചു. സ്തോത്രം. അപ്പോൾ 2 തവണ വഞ്ചിച്ച് വ്യക്തിയാണ് യാക്കോബ്. ആ യാക്കോബ് പിന്നീട് ആ വഞ്ചനയുടെ ഫലം, നിങ്ങൾക്കറിയാം, നമ്മൾ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കുലുക്കി പറഞ്ഞ്, വിതയ്ക്കുന്നതായി കൊയ്യുന്നത്. ഹല്ലേലൂയ. ചിലര് വിതയ്ക്കുന്നത് കാഞ്ഞിരമാ, റോസാപ്പൂ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിയമങ്ങൾ മാറ്റുക സാധ്യമല്ല. നമ്മൾ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നീ വിതച്ചാൽ അനുഗ്രഹം നീ കൊയ്യും. പിറുപിറുപ്പിൻ്റെ വാക്കുകൾ നീ വിതച്ചാൽ പിറുപിറുപ്പും അസ്വാസ്ഥ്യവും നീ കൊയ്യും. ഹല്ലേലൂയ. ജീവന്റെ വാക്കുകൾ നീ വിതച്ചാൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഫലം അനുഭവിക്കും. യാക്കോബ് ഈ വഞ്ചന ചെയ്തതിൻ്റെ ഫലം നന്നായി അനുഭവിച്ചു. ഏശാവിൽ നിന്ന് ഓടിപ്പോകേണ്ടതായി വന്നു. അംബയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിൽ താമസിച്ചു. അവിടെ ഭംഗിയായി പറ്റിക്കപ്പെട്ടു, വിവാഹത്തിൽ പറ്റിക്കപ്പെട്ടു, ചെയ്യുന്ന വേലകളിൽ വഞ്ചിക്കപ്പെട്ടു. അങ്ങനെ ഫലമെല്ലാം അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച്, എന്നാലും കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. വഞ്ചനയുടെ ഫലം അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന വലിയ ആഗ്രഹം യാക്കോബിനുണ്ടായി. തിരിച്ചു വരുന്ന സമയം ഏശാവിനെ, സ്വന്തം ജ്യേഷ്ഠനെ യാക്കോബ് ഭയപ്പെട്ടു. കാരണം അതുപോലെ അനീതിയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, അനുഗ്രഹം മുഴുവൻ തട്ടിയെടുത്തിട്ടാണ് സ്ഥലം വിട്ടിട്ടുള്ളത്. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരിക. അപ്പോൾ യാക്കോബിന് മടുത്തു. നമ്മളെ ക്രിസ്തീയ ജീവിതം ചില സമയത്ത് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളായി പറയുന്നത്. സ്തോത്രം. മടുപ്പിൻ്റെ ഒരു സാഹചര്യം. ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത. ആ കൂടെ വന്ന എല്ലാവരെയും കടത്തിവിട്ട് യാക്കോബ് ഒറ്റയ്ക്ക് ദൈവത്തോട് മല്ലിട്ടുകൊണ്ടിരുന്നു. ദൈവമേ, എന്നെ ഒരു സ്വസ്ഥത നൽകി അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവേ, ഇത്രയും നാൾ ഞാൻ പലതും ചെയ്തു, എന്നാൽ എനിക്കൊരു സമാധാനം എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ പലതും നേടി,
പല തവണയും ഞാൻ കൃപ കണ്ടു, എങ്കിലും സ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ ഇല്ല കർത്താവേ. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ഭയപ്പെടുകയാണ്, എൻ്റെ ജീവനെ ഞാൻ ഭയപ്പെടുകയാണ്. എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥകളിലാണ്, ഞാൻ നിരാശയുടെ അവസ്ഥകളിലാണ്. പലരും എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ പലരും കുറ്റപ്പെടുത്തുന്ന അവസരങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. എന്നെ മനസ്സിലാക്കാത്തവരാണ് എൻ്റെ ചുറ്റുമുള്ളത്. എനിക്ക് വലിയ മടുപ്പായിരിക്കുന്നു. ദൈവത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുക. ആ ഭാഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആ ഭാഗം എടുക്കാം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികത്തേക്ക് കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തനിക്കുള്ളതൊക്കെയും അക്കരെ കിടത്തി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. പലതും കൂടെയുണ്ട്. കുറേ മൃഗങ്ങളുണ്ട്, സമ്പത്തുണ്ട്, കുടുംബമുണ്ട്. അവരെല്ലാം അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. നോക്ക്, നീയും ദൈവവുമായിട്ടുള്ള ബന്ധം അത് വ്യക്തിപരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചിലര് ഭർത്താവിനെയും മക്കളെയൊക്കെ ചുറ്റിപ്പെടുത്തി ആണ് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിന് ഒരുങ്ങുന്നത്. എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ വരാം, ഈ കാര്യം ശരിയായിട്ട് ഇന്നത് ചെയ്യാം. അങ്ങനെയൊന്നുമല്ല. വ്യക്തിപരമാണ് നീയും ദൈവവുമായുള്ള ബന്ധം. ഹല്ലേലൂയ. യാക്കോബ് തനിക്കുള്ളതിനെ എല്ലാം അപ്പുറത്തേക്ക് വിട്ടിട്ട് തനിയെ ശേഷിച്ചു. ഒന്ന് പറഞ്ഞേ, തനിയെ. സ്തോത്രം. അടുത്ത വചനം വായിക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു. ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നറിയപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളുടെ എല്ലാം പേരിന് ഒരു മാറ്റം വന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. മുൻപ് നമ്മൾ യാക്കോബായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മളുടെ പേര് ഇസ്രായേൽ എന്നറിയപ്പെടും. മുമ്പ് വഞ്ചകൻ എന്ന അർത്ഥമായിരുന്നു, എന്നാൽ ഇന്ന് ഗോഡ് പ്രിവെയിൽസ്, ദൈവം ജയം നൽകുമെന്ന അർത്ഥമുള്ള ഇസ്രായേൽ എന്നറിയപ്പെടും. ഹല്ലേലൂയ. യാക്കോബ് അന്ന് മുതൽ ഇസ്രായേൽ എന്നറിയപ്പെട്ടു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ചേട്ടനുമായുള്ള വിഷയമെല്ലാം മാറിപ്പോയി. ചേട്ടൻ്റെ ഹൃദയത്തെ കർത്താവ് തണുപ്പിച്ചു. അവൻ സ്വസ്ഥത അനുഭവിക്കുവാനിട വന്നു. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ നമ്മളെ യാക്കോബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരുടെ പേര് ഇസ്രായേൽ എന്നാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമുക്ക് ജയം നൽകുമെന്നർത്ഥം. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവ് എനിക്ക് ജയം നൽകും. യേശു കർത്താവ് എനിക്ക് ജയം നൽകും. പറ. എൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. എൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. അതാണ് ആദ്യ വചനം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനുമായ യഹോവ അരുളി ചെയ്യുന്നു. ആദ്യം നീ യാക്കോബായിരുന്നു സൃഷ്ടിക്കപ്പെട്ടപ്പോൾ. സൃഷ്ടിച്ച് ഭൂമിയിൽ വന്നപ്പോൾ ആരായിരുന്നു? ദൈവത്തെയൊക്കെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയായിരുന്നോ? അല്ല, യാക്കോബായിരുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനുമായ യഹോവ അരുളി ചെയ്യുന്നു. നീ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല, നിന്റെ ഹൃദയത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയിരിക്കുക. നീ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നത്. പഴയതെല്ലാം കടന്നുപോയിരിക്കുക. നിന്നെ അവൻ പുതുക്കിയിരിക്കുക. പരിശുദ്ധാത്മാവിനെ അയച്ച് അവൻ നിനക്ക് പുതിയ ഹൃദയത്തെ നൽകിയിരിക്കുക. ഹല്ലേലൂയ.
ഉറപ്പുള്ളവർ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറ. പുതുക്കിയിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഇസ്രായേലിനോട് നിന്നെ രൂപപ്പെടുത്തിയവനായ ദൈവം അരുളി ചെയ്യുക. എന്താ അരുളി ചെയ്യുന്നത്? സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആദ്യത്തെ വാക്ക് നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട. ഒന്നിനെയും നീ ഭയപ്പെടരുത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇസ്രായേലെ, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുക. ഈ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ റിഡംഷൻ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക. പ്രൈസ് ഗോഡ്. കാരാഗ്രഹത്തിലായിരുന്ന ഒരുവൻ എന്ന് വിചാരിച്ചോ, കാരാഗ്രഹത്തിൽ ജയിലിലിട്ടിരിക്കുക. അവനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം, എങ്കിലേ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയുള്ളൂ. നിങ്ങൾ കോടതി വിധികൾ കണ്ടിട്ടുണ്ടോ? 10 ലക്ഷം രൂപ കെട്ടിവെച്ചില്ലെങ്കിൽ ഇത്രയും വർഷം ജയിലിൽ കിടക്കണം. ഒരുവൻ വന്ന് സൗജന്യമായി 10 ലക്ഷം കെട്ടിവെച്ച് നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറക്കുകയാണ്. അതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. നിന്നെ വീണ്ടെടുക്കുകയാണ്, വില കൊടുത്ത് വാങ്ങുകയാണ്. വീണ്ടെടുപ്പ്, യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ രക്തമാണ് വില കൊടുത്തത്. രക്തം വില കൊടുത്ത് പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന്, പാപത്തിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് നമ്മളെ അവൻ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ രൂപാന്തരപ്പെടുത്തിയവനുമായ യഹോവ അരുളി ചെയ്യുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. കരങ്ങളൊന്ന് ശക്തിയോടെ അടിച്ചു കർത്താവിന് മഹത്വം കൊടുത്തേ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ രക്തം കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നിന്റെ രക്തം കൊടുത്ത പാപത്തിന്റെ സകല ചങ്ങലകളെയും ഞാൻ നിന്നിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇപ്പൊ കൈയടിച്ചില്ലേ ചിലര്? അങ്ങനെ കൈയടിച്ച് അത് ആഘോഷിക്കുന്നവരാണ് ഇത് പ്രാപിക്കുന്നത്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന വഴി കുറെ പേരിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെയാണോ? ഓ, അന്ന് അടിപ്പിണരാ, ഇന്ന് സൗഖ്യ? അതെങ്ങനെ വരും? അപ്പൊ അത് യേശു അടിപ്പിണരേറ്റപ്പോ ഇങ്ങനെ ഇരിക്കണവരിങ്ങനെ ഇരിക്കുകയുള്ളൂ ജീവിതകാലം മുഴുവൻ. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുക, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നവരത് സ്വീകരിക്കുന്നു, എന്ന് വിളിച്ചു പറയുന്നവരത് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയുന്ന വചനം അത് ദൈവം തന്നെയാണ് എന്ന ബോധ്യത്തോടെ ആത്മാവിൽ ആമേൻ പറയുന്നവരാ സ്വീകരിക്കുന്നത്. ഇവിടെ പറയുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത് അതേ വചനത്തിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേർ ചൊല്ലി വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. നിന്റെ പേര്, അനേകം പേരുകൾ ഇവിടെയുണ്ട്. ലോകത്തിൽ അനേകം ജനങ്ങളുണ്ട്. എന്നാൽ അതിന് നടുവിൽ നിന്ന് നിന്റെ പേര് ചൊല്ലി അവൻ വിളിച്ചു മാറ്റിയവരാ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവരാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അവരാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത്, അവരാണ് നിത്യജീവൻ അവകാശമാക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾ പോലും ഇതിന് നടുവിൽ വഴിതെറ്റി വന്നവരല്ല. സ്തോത്രം. യേശു കർത്താവ് നിന്റെ പേര് മുൻപേ വിളിച്ചിരിക്കുക, നിന്റെ പേര് മുൻപേ വിളിച്ചിരിക്കുക.
നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. നീ ജനിച്ചപ്പോൾ മുതൽ നിന്റെ മേൽ ആ കോളിംഗ് ഉണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഹല്ലേലൂയ. 43-ാം അധ്യായത്തിൽ ആദ്യ വചനമാണ് നമ്മൾ വായിക്കുന്നത്. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തിയവനും രൂപാന്തരപ്പെടുത്തിയവനുമായ യഹോവ അരുളി ചെയ്യുക, ഞാൻ നിന്നെ ഭയപ്പെടേണ്ട, ഒന്നിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. വചനം കഴിഞ്ഞിട്ടില്ല. നീ എന്റേതാകുന്നു. യേശു കർത്താവ് പറയുക, നീ എന്റേതാകുന്നു. സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ നമ്മൾ ഓരോരുത്തരോടും യേശു കർത്താവ് പറയുക, ഭയപ്പെടേണ്ട മോനെ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുക, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക, നീ എന്റേതാണ്. ഹല്ലേലൂയ. നീ എന്റേതാണ്. യേശു കർത്താവിൻ്റെതാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. പലർക്കും ജീവിതത്തിന് ഒരു പ്രതീക്ഷ ഇതുവരെ വന്നിട്ടില്ല. എന്തിനാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. ഒരുവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വാങ്ങിയിട്ട് യേശു കർത്താവ് പറയുക, നീ എന്റേതാണ്. യു ബിലോങ്സ് ടു മീ. നീ മറ്റ് ആരുടെയുമല്ല, നീ എൻ്റെ സ്വന്തമാണ്. നിന്നെ ഞാനാണ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. എനിക്ക് വേണ്ടി ചില പദ്ധതികൾക്ക് വേണ്ടി ഞാൻ നിന്നെ എന്റേതാക്കിയിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എല്ലാവരും ഒന്ന് പറയാമോ, ഞാൻ യേശു കർത്താവിൻ്റെതാണ്. പറഞ്ഞ് ഞാൻ യേശു കർത്താവിൻ്റെതാണ്. ഉറക്കെ പറ, ഞാൻ യേശുവിൻ്റെതാണ്, ഞാൻ യേശുവിൻ്റെയാണ്. നമ്മൾ വി ബിലോങ്സ് ടു ഹിം. നമ്മൾ ആർക്കും എഴുതി വെച്ചവരല്ല. നമ്മളെ സൃഷ്ടിച്ചവനും നമ്മളെ രൂപാന്തരപ്പെടുത്തിയവനുമായ യേശു കർത്താവിൻ്റെ സ്വന്തമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വചനം വായിക്കാം. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ എന്തിനാ വെള്ളം കാണിക്കുന്നത്? വിഷയങ്ങളെയാ കാണിക്കുന്നത്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സമുദ്രത്തിൽ വലിയ തിരമാലകൾ ഉണ്ടായി. ആ സമയം കർത്താവ് ശാന്തമാവുക എന്ന് പറഞ്ഞപ്പോൾ ആ കടൽ ശാന്തമായി. ആ വെള്ളം കാണിക്കുന്നത് വിഷയങ്ങളെയാണ്. നമുക്ക് വ്യക്തതയോടെ പറയുക, വീണ്ടെടുത്തതാ, പേര് ചൊല്ലി വിളിച്ചതാ, എൻ്റേതാണ് എന്ന് പറഞ്ഞതാ. എന്നിട്ടും വിഷയങ്ങൾ ജീവിതത്തിൽ കയറി വരുന്നു. ഇവിടെ പറയുക, നീ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ നിന്നെ കവിഞ്ഞു പോവുകയില്ല. നീ തീയിലൂടെ നടക്കുമ്പോൾ നീ വെന്തു പോവുകയില്ല. അഗ്നിജ്വാലകൾക്ക് നീ അടിമപ്പെടുകയില്ല. അപ്പോൾ വെള്ളത്തിലൂടെ നടക്കും. ഈ നദികൾ വരും. നദികൾ വലിയ പൊക്കമുള്ള നദികൾ വരും. തീയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. അഗ്നിജ്വാലകൾ ചുറ്റും നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, വീണ്ടെടുത്തതാണ്, പേര് ചൊല്ലി വിളിച്ചതാണ്, നീ എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞതാ. എന്നിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി? നിങ്ങൾ തിരിച്ചറിയണം, യേശു കർത്താവ്
വിഷയങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പിശാചിനെ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ അനുവദിച്ച ദിവസം വരെ വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഒരു തിരമാലകൾ വരുന്നത് പോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായി തിരമാല അടിക്കുന്നത് പോലെ വിഷയങ്ങൾ വരും. ഒരു നദി കവിഞ്ഞൊഴുകുന്നത് പോലെ വിഷയങ്ങൾ വരും. ഒരു തീജ്വാലയിലൂടെ നടക്കുന്നത് പോലെ വിഷയങ്ങൾ വരും. എന്നാൽ യേശു കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഓ, ആ അഗ്നി ജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിക്കുക സാധ്യമല്ല. ആ നദികൾക്ക് നിന്റെ മേൽ കവിഞ്ഞൊഴുകുക സാധ്യമല്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, നദികൾ ഒഴുകും, പക്ഷേ അത് നിന്റെ മീതെ കവിഞ്ഞൊഴുകുക സാധ്യമല്ലെന്ന്. അഗ്നിയുടെ അനുഭവങ്ങൾ ചുറ്റുമുണ്ടാകും, എന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. ആത്മാവിൽ മനസ്സിലായവരെ ഈ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ആകെ ഒരു 2 കയ്യടിയെ കേട്ടിരുന്നുള്ളൂ. അങ്ങനെ 2 പേരെ അത് കാണുന്നുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ വിഷയങ്ങളെ കുറിച്ച് ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ വ്യക്തതയോടെ പറയുക, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഏത് വിഷമങ്ങൾ വന്നാലും, ഏത് തിരമാലകൾ വന്നാലും, ഏത് കുറ്റപ്പെടുത്തലുകൾ വന്നാലും, ഏത് രോഗത്തിന്റെ അവസ്ഥകൾ വന്നാലും, ഓ ഏത് സാമ്പത്തിക വിഷയങ്ങൾ വന്നാലും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. നീ നദികളിലൂടെ കിടക്കും. ഹല്ലേലൂയ. നീ നദികളിലൂടെ കിടക്കും. നമുക്ക് തീരത്തെത്താനുണ്ട്. ചില നദികളിലൂടെ കിടന്നാലേ അപ്പുറത്തെത്താൻ പറ്റുള്ളൂ. ചിലര് അയ്യോ എനിക്ക് നനയാൻ പറ്റില്ല, വെള്ളം മുഴുവൻ മാറ്റാനായിട്ട് കാത്തിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആകെ വെള്ളം വരിക, പൊങ്ങ, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ദൈവമേ, ഈ വെള്ളം മുഴുവനൊന്ന് മാറിയിട്ട് വേണം എനിക്ക് നടക്കാൻ. നീ നദികളിലൂടെ നടന്നാൽ അവ നിന്നെ കവിഞ്ഞൊഴുകുകയില്ല, അവ നിന്നെ കവിഞ്ഞൊഴുകുകയില്ല. നീ വിഷയങ്ങളിലൂടെ നടക്കും. അടുത്ത വചനം അവിടെ പറയുക, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയുടെ അവസ്ഥകളാ, ചില ഭവനങ്ങളിൽ തീ കത്തുന്ന അവസ്ഥകളാ, ചില മക്കൾ മാതാപിതാക്കളായിട്ടുള്ള ബന്ധത്തിൽ തീ കത്തുന്ന അവസ്ഥകളാ. ഹല്ലേലൂയ. അവിടെ പറയുക, നീ അതിലൂടെ നടക്കുമ്പോൾ നീ വെന്തു പോകുകയില്ല. അഗ്നിജ്വാലയ്ക്ക് നിന്നെ അടിമപ്പെടുത്തുക സാധ്യമല്ല. കാരണം നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ രൂപാന്തരപ്പെടുത്തിയവനുമായ യഹോവ നിന്റെ കൂടെ ഇരിക്കും, നിന്റെ കൂടെ ഇരിക്കും. നീ എന്റേതാണ് എന്ന് അവൻ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഒന്നിനും നിന്നെ കവിയുക സാധ്യമല്ല. വിഷയങ്ങൾ ഉണ്ടാവില്ല എന്നല്ല വാഗ്ദാനം, വിഷയങ്ങൾ നിന്നെ കീഴടക്കുകയില്ല എന്ന വാഗ്ദാനം. ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കാം. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാകുന്നു. നിന്റെ വീണ്ടെടുപ്പ് വിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ഞാൻ
യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാകുന്നു. ഒന്ന് പറഞ്ഞേ, യഹോവ എന്റെ രക്ഷകൻ, യഹോവ എന്റെ രക്ഷകൻ. ഒന്ന് പറഞ്ഞേ, നദി എന്നെ കവിയുകയില്ല. പറഞ്ഞേ, നദി എന്നെ കവിയുകയില്ല, അഗ്നി എന്നെ ദഹിപ്പിക്കുകയില്ല. യഹോവ എന്റെ കൂടെ ഇരിക്കും, അവൻ എന്റെ രക്ഷകനാണ്.